ശ്രീമതി സിമി റോസ് ബെല്ലിലേക്ക് ഒരിക്കൽ കൂടി വന്നാൽ ശ്രീമതി സിമി ഈ പീഡന ആരോപണം അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടല്ലോ അങ്ങ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പരാതികളിൽ അപ്പോൾ ഇതിൽ അതിൻ്റെ ഒരു സമയമാകുമ്പോൾ ഇതിന് തെളിവുകളടക്കം പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് സൂചിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ ഇത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ട വിഷയമെന്നതിനപ്പുറത്തേക്ക് കൂടുതൽ ഗൗരവ സ്വഭാവം അതിനപ്പുറത്തേക്ക് മാനങ്ങൾ വരുന്ന ഒരു വിഷയം കൂടിയാണ്. തെളിവുകൾ പുറത്തുവിടാത്തതിന്റെ ഒരു താമസം എന്ന് പറയുന്നത് ഇതിൽ ബന്ധപ്പെട്ട അല്ലെങ്കിൽ പരാതി താങ്കളോട് ഉന്നയിച്ച വ്യക്തികളുടെ കൺസെന്റ് ആണോ? അത് ഒരു ഇച്ചിരി ഒന്ന് ക്ഷമിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? എന്തിനാ എന്നെ ഒന്ന് തട്ടിക്കളയാതിരുന്നാ മതി. ഒരു 2 ദിവസം കൂടി ക്ഷമിക്ക്. അല്ല, ഈ ചോദ്യം അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നൊരു സമീപനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കണ്ടത്, ഇന്നും നമ്മൾ കണ്ടത്. അല്ല, അവരെ KPCC പ്രസിഡന്റ് പാവോട്ടാ, പാവത്തിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നതാ, മനസ്സിലായോ? ഈ ചുടിചോറ് വാരിക്കില്ലേ അദ്ദേഹം പാവം എൻ്റെ അടുത്ത് ഒരുപാട് തവണ നിസ്സഹാവസ്ഥ പറഞ്ഞതാണ്. എറണാകുളം ജില്ലയിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് അദ്ദേഹത്തോട് നിങ്ങൾ കോപിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കരയുന്നുണ്ടാവും. എന്നെപ്പോലെ ഇത്രയും അദ്ദേഹം പത്മജ പോയപ്പോഴും കരഞ്ഞിട്ടുണ്ടാവും. കാരണം അദ്ദേഹത്തിന് അറിയാം ഇവരൊക്കെ 10-25 കൊല്ലമായിട്ട്, ഞാൻ അതിനേക്കാളും സീനിയറാണ്, പത്മജിയേക്കാളും സീനിയറാണ്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ട് ഇവരെയൊക്കെ ചവിട്ടി പുറത്താക്കിയിട്ട് നിങ്ങൾ പോയി CPM പോസ്റ്റ് വാങ്ങിച്ചിട്ട് അവരുടെ കാറിൽ നടക്കെന്ന് പറഞ്ഞ് ഇങ്ങനെ പരിഹസിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് പറയാനല്ലേ ഞാൻ ഈ 5 കൊല്ലം ഒരു പോസ്റ്റും ഇല്ലാതെ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ സജീവമായി നിൽക്കുന്ന അല്ലെങ്കിൽ പ്രാദേശിക തലത്തിലൊക്കെയുള്ള ഏതെങ്കിലും വനിതാ നേതാക്കൾ അങ്ങയോട് ഓഫ് റെക്കോർഡെങ്കിലും സംസാരിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കണോ? കൂടുതൽ പിന്തുണ അവർ ഇപ്പോൾ നൽകിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിൽക്കാൻ പാടില്ലേ? പണ്ട് ഞാൻ പറയട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഒരു സ്ത്രീ പരാതിപ്പെട്ടാൽ എന്നോട് ഇങ്ങനെ ഒരാൾ മോശമായിട്ട് പെരുമാറി, അല്ലെങ്കിൽ എനിക്ക് കൗൺസിലർ ആവാൻ എന്നെ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ കൗൺസിലർ ആയില്ല, ഇങ്ങനെ പലരും മെറിറ്റുള്ള പലരും പല വിധത്തിൽ തഴയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് മൊബൈലൊക്കെ ഉള്ളതുകൊണ്ട് പലരും അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പരാതി പറയാൻ ഒരു ഇടം ഞാൻ ചോദിച്ചത് ഞാൻ ചെയ്ത വലിയ തെറ്റാണോ? എൻ്റെ ഒരു മകളാണെങ്കിൽ, എൻ്റെ ഒരു ചേച്ചിയോ അനിയത്തിയോ ആണെങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് ഇടപെടില്ലേ? ഇപ്പം ലതിക സുഭാഷിൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം ഇന്നലെ എൻ്റെ അടുത്ത് മലപ്പുറത്തുനിന്ന് ഒരു നേതാവ് ചോദിച്ചു, അവിടെ KPCC ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആലിപ്പറ്റ ജമീലയുടെ ക്വാളിഫിക്കേഷൻസ് ക്രൈറ്റീരിയൻ ചോദിക്കാൻ വേണ്ടി. അപ്പം എനിക്കറിയില്ല. അപ്പോൾ പറഞ്ഞത് അവിടെ മുനിസിപ്പൽ പഞ്ചായത്ത് മെമ്പറാണ്, പിന്നെ സ്റ്റേറ്റ് ലീഡറൊന്നും അല്ല, KSU NSU ഒന്നും അല്ല. അപ്പോൾ എഴുതി കൊടുക്കാൻ ആളുണ്ടെങ്കിൽ ആർക്കും ഇപ്പം ലീഡറാവാം. അപ്പോൾ ആയിക്കോട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത മെറിറ്റുള്ളവരുണ്ടല്ലോ, അവർക്കും കിട്ടണ്ടേ അക്കോമഡേഷൻ? അവർക്ക് മെറിറ്റ് ഇല്ലാതെ കിട്ടണ്ടേ? അവരുടെ മെറിറ്റും 10-30 എല്ലാം മെറിറ്റ് ഉള്ളവരൊക്കെ ചവിട്ടി പുറത്താക്കി. ഇപ്പം എൻ്റെ അടുത്ത് മാതൃഭൂമിയുടെ ചാനൽ ഇവിടെ വന്നപ്പോൾ എന്നെ ഒരു കൗൺസിലർ വിളിച്ചിരുന്നു. ആ കൗൺസിലർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇവിടെ ഒരു പത്രക്കാരനുണ്ട്, ഞാൻ സ്പീക്കറിൽ വെക്കട്ടെ? അപ്പോൾ ആ പുള്ളിക്കാരി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം കൂടി കേട്ടതാ. അങ്ങനത്തെ 1-2 പേരൊന്നും അല്ല ഉള്ളത്. ഇപ്പം ഞാൻ ജീവനിൽ പേടിക്കാതെ ഞാൻ പറയാൻ തുടങ്ങിയപ്പോഴുണ്ടല്ലോ ഒത്തിരി പേര് വരുന്നുണ്ട്. കൂടുതൽ പേർ ഈ സമീപഭാവിയിൽ ആ നിലയ്ക്കുള്ള പരാതികളുമായി മുന്നോട്ട് വരുന്ന താങ്കൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അതെ, ഉറപ്പായിട്ടും. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോട്ടെ. അതിനൊന്നും ഞങ്ങൾ ആരും തടസ്സമല്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫ്, പേഴ്സണൽ ഇഷ്യൂസ്. പക്ഷേ ഒരാൾക്ക് അതിൻ്റെ പേരിൽ അവസരങ്ങൾ നിഷേധിച്ചാൽ അവിടെ ഞാൻ ചോദ്യം ചെയ്യും. അത് ഞാൻ ചെയ്യും. അത് അവരുടെ കൺസെൻറ്റോട് കൂടി തന്നെ. ഇന്നിപ്പോൾ ഒരാൾ കൺസെൻറ്റ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. അത് ഒരു സാക്ഷിയായിട്ട് ആ മനോരമയിൽ മാതൃഭൂമിയിൽ വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു തരും. ഇന്നലെ മനോരമയിലെ വാർത്ത മുക്കി. ഇന്ന് എൻ്റെ കൂടെ PSC മെമ്പറായിരുന്ന മന്ത്രി ശിവൻകുട്ടിയുടെ വൈഫ് എനിക്ക് ടെക്സ്റ്റ് ചെയ്തിരുന്നു, മനോരമയിൽ വാർത്തയൊന്നും ഇല്ല സിമി, മനോരമയിൽ സ്വാധീനം ചെലുത്തി. ഇന്നലെ News 18 സ്വാധീനം ചെലുത്തി, അവിടെ അപർണ കുറുപ്പിനെ ഭീഷണിപ്പെടുത്തി എൻ്റെ ഇൻ്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ് പുള്ളിക്കാരി പാവം പേടിച്ച് എൻ്റെ അടുത്ത് സോറിയൊക്കെ പറഞ്ഞു. ശരി, എൻ്റെ ഇൻ്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്തില്ലെങ്കിൽ എനിക്കൊന്നുമില്ല, ഞാൻ ഈ 5 വർഷം
ഒരു ഇൻ്റർവ്യൂവിനും പോവാതെ ഒന്നിനും പോവാതെ. കാരണം എനിക്ക് ഫെമീനായാലും BBC-ലൊക്കെ ഇൻ്റർവ്യൂ ചെയ്യപ്പെട്ട ഒരാളാണ് ഞാൻ. എനിക്കങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല.